Hello, welcome back to my channel aecreationswithesha. ഞാൻ കുറേ ദിവസമായി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നു, അതുപോലെ തന്നെ റിക്വസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോസിനെ കുറിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലൊരു റിക്വസ്റ്റ് അനുസരിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നമ്മൾക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെ കുറിച്ച്. അതിൽ ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ എനിക്ക് കമൻറ്റ്സ് വന്നൊക്കെ ഞാനൊന്ന് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോനെ കുറിച്ച് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓരോരുത്തരുടെയും റിക്വസ്റ്റ് ഞാൻ മാനിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിനടുത്ത് ഞാൻ ചെയ്യുന്നത് ഹെവി ഹെയർ ഓയിലിംഗ് വീഡിയോ ആയിരിക്കും. കാരണം എനിക്ക് അതിന് ഒരുപാട് റിക്വസ്റ്റ് വന്നായിരുന്നു. അടുത്തത് ഹെവി ഹെയർ ഓയിലിംഗ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് കിറ്റിനെ കുറിച്ച് ഒരുപാട് അറിയാനുണ്ട്, ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളതാണ് ഇതിൽ ആ ലൈറ്റ് കളർ പിങ്ക് ലൈന്, ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റും, അത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം, എപ്പോൾ ടെസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ടൈപ്സ് ഓഫ് കിറ്റ്സ്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഏതൊരു വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടെസ്റ്റ് കിറ്റിനെ കുറിച്ച് ഓൾ അബൌട്ട് ടെസ്റ്റ് കിറ്റാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഉൾപ്പെടുത്താത്ത വല്ല ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മെയിലായിട്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറേ കിറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഓരോ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. അതിന് മുൻപ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അമ്മയാവുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മറക്കാൻ കഴിയാത്ത നിമിഷങ്ങളാണ്. അത് ഓരോ സ്ത്രീകൾക്കും ഉണ്ടാവും അല്ലേ, അങ്ങനെ ഒരു മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഗ്നൻസി നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പലതരത്തിലാണ്. യൂറിൻ വഴി, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഹോം പ്രഗ്നൻസി ടെസ്റ്റ്, ദാറ്റ് മീൻസ് ദാറ്റ് ടെസ്റ്റ് കിറ്റ്, അതുപോലെ തന്നെ നാച്ചുറൽ മെത്തേഡ്സിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് സ്കാനിങ്ങിലൂടെ അങ്ങനെ ഒരുപാട് ടെസ്റ്റസ് നമുക്ക് ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ, നമുക്ക് പീരീഡ് മിസ്സായി തൊട്ട ദിവസം തന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്ത ശേഷം നമുക്ക് തന്നെ സ്വയമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് അക്യുറേറ്റ് റിസൾട്ട് തന്നെയായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ചില വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ എളുപ്പത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ പ്ലാൻഡ് പ്രഗ്നൻസിക്കാണെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് വില കുറവായതുകൊണ്ട് നമുക്ക് സ്കാനിങ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് പൈസയാകും. അതുപോലെ തന്നെ ക്ലിനിക്കലിലൊക്കെ പോകുകയാണെങ്കിൽ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് അതിനപേക്ഷിച്ച് കുറവ് പൈസ തന്നെയാണ് ഈ ഒരു കിറ്റ് മേടിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ വീട്ടിലിരുന്നിട്ട്. അതുപോലെ തന്നെ പക്ഷേ കുറച്ച് ഡിസ്പോസ് ചെയ്യാൻ മാത്രം കുറച്ച് കഷ്ടമാണ്. പിന്നെ ഒരുപാട് പേര് അൺപ്ലാൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു ടെസ്റ്റ് കിറ്റിനെ കുറിച്ചിട്ട്, ഡിസ്പോസ് ചെയ്യാൻ കഷ്ടമാണെന്ന്. അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട്. അതല്ലാതെ സ്ഥിതിക്ക് ഇതൊരു നല്ലൊരു മെത്തേഡ് തന്നെയാണ്. നമുക്ക് കടയിൽ പോയി മേടിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത് എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സാധാരണ നമുക്ക് പീരീഡ്സിൻ്റെ 3 ദിവസം മുൻപായിട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നോർമലി നമുക്ക് ഒരു പീരീഡ് മിസ്സായിട്ട് 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു HCG എന്ന നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺ, ഹ്യൂമൻ കോറിയോണിക് ഗോണഡോട്രോഫിൻ എന്ന HCG ഹോർമോണ് നമ്മൾക്ക് 8 മുതൽ 10 ആഴ്ചയിലായിരിക്കും കൂടുതലായിരിക്കുന്നത്. അതുപോലെ തന്നെ പീരീഡ്സ് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഇത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. സാധാരണയായിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുന്ന ആൾക്കാർ, ഇപ്പോൾ ഇതൊന്നും ടെസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ നോർമലി 3 മാസം 2 മാസത്തിലേക്കാണ് കണ്ടുപിടിക്കാറുള്ളത്. 3 മാസത്തിലായിരിക്കും അധികവും ഇവരുടെ പ്രഗ്നൻസി കൺഫേം ചെയ്യാറുള്ളത്. അതും സ്കാനിങ്ങിലൂടെ അല്ലെങ്കിൽ ക്ലിനിക്കലി ബ്ലഡ് യൂറിൻ ടെസ്റ്റിലൂടെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് കുറച്ചൊരു വൈകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നേരത്തെ തന്നെ മുൻകൂട്ടി നമുക്ക് വീട്ടിൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് മേടിച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവർക്കും ഉള്ള ഡൗട്ട്സാണ്. ഇതിലൊരു ലൈറ്റ് പിങ്കിഷ് കളറ്, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടെസ്റ്റ് കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ,
അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കൂടെ കുറച്ച് ടെസ്റ്റ് കിറ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കുറച്ച് ടെസ്റ്റ് കിറ്റൊക്കെ ഞാൻ സംഘടിപ്പിച്ചെടുത്തത്. ഇതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് പിങ്കിഷ് കളർ ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഞാൻ സംഘടിപ്പിച്ചെടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടുന്നത് എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ പോസിറ്റീവ് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ എല്ലാവരും തന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ ഇത് പ്രഗ്നൻ്റ് ആയവരോട് അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ളവരോട് വേണം നമുക്കിത് ചോദിക്കാനായിട്ട്. എല്ലാവരും തരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് വെലോസിറ്റിയുടെയാണ്. വെലോസിറ്റിയുടെയാണിത്. ഇതിൻ്റെ പ്രൈസ് 100 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൽ 2 പീസാണ് വരുന്നത്. നമുക്ക് ഒരു പീസായിട്ടും കിട്ടും. 50 റുപ്പീസിന് ഒരു പീസായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഒന്നാമത്തെ. ഇതിനകം വെലോസിറ്റിനകത്ത് ഇതുപോലെ 2 പാക്ക് ഉണ്ടാകും. നമുക്ക് വേണമെങ്കിൽ ഒന്നായിട്ടും വാങ്ങാം, അല്ലെങ്കിൽ 2ഉം വാങ്ങാവുന്നതാണ്. ഇതാണ് നമ്മുടെ ടെസ്റ്റ് കിറ്റ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടെസ്റ്റ് കിറ്റും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു പില്ലറും നമുക്ക് കിട്ടുന്നതാണ്. ഇത് വെലോസിറ്റിയുടെയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ പ്രകാക്കമുണ്ട്. അതുപോലെ തന്നെ പ്രകാക്കമിൽ 2 വേരിയേഷൻസ് വരുന്നുണ്ട് ഇതുപോലുള്ളത്. പിന്നെ ഇത് ഒരു ഐറ്റലിൻ്റെയാണ്. ഇതിൻ്റെ ബോക്സ് മിസ്സായി. ഐറ്റലിൻ്റെയാണ്. ഐറ്റലിൻ്റെ അതുപോലെ തന്നെ നമുക്ക് സെയിം തന്നെയാണ്. പക്ഷെ ഇതിലൊരു വ്യത്യാസം, കാഴ്ചയ്ക്കൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും തന്നെ ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിലൊരു ഭാഗത്തായിട്ട് HCG എന്ന് എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു 2 ലൈനിൻ്റെ മുകളിലായിട്ട് CT എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എല്ലാത്തിലും ഇതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ കാഴ്ചയ്ക്ക് ഇതൊരു വ്യത്യാസമായിരിക്കും ഇതിൽ വരുന്നത്. ഇത് ഐറ്റലിൻ്റെയാണ് ഞാൻ കാണിച്ചത്. ഈ ഐറ്റലിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് ഇതിൽ എനിക്ക് അറിയണില്ല. ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് തരാം. പിന്നെ എല്ലാത്തിൻ്റെയും പുറകിൽ ഇതിന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാകും, ഇതെങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ വെലോസിറ്റിക്കാണെങ്കിലും ഇതുണ്ടല്ലേ ഇതുപോലെ ഉണ്ടാകും, പ്രകാകമാണെങ്കിലും ഉണ്ടാകും. പക്ഷേ പ്രകാകമിൻ്റെ പ്രൈസ് 60 റുപ്പീസാണ് ഒരു ബോക്സിന്. ഒരു പീസ് ഇതിലുണ്ടാകത്തുള്ളൂ. പക്ഷേ ഇതുകൊണ്ടുള്ളൊരു ഉപയോഗം, നമുക്കിത് വാങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കണ്ടെയ്നർ ഇതിനു കൂടെ തന്നെ നമുക്ക് ഫ്രീ ആയി കിട്ടും. പക്ഷേ ഞാൻ ചോദിച്ചവരോട് ഇത് മിസ്സായിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പ്രകാകമിടെ ഇങ്ങനെ ഉണ്ടാകുക കേട്ടോ കിറ്റ്. ഇതിൽ ഇവിടെ സിയും ഇവിടെ ടിയും ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 ലൈനാണ് ഇവിടെ വരേണ്ടത്. ഇവിടെയാണ് നമ്മൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുക. എല്ലാത്തിലും ഏകദേശം ഇത് തന്നെയായിരിക്കും മോഡൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വേരിയേഷൻസ് ഞാൻ കുറച്ച് ടെസ്റ്റ് കിറ്റൊക്കെ ഞാൻ കാണിച്ചു തന്നു. ഇനി നെക്സ്റ്റ് ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു കണ്ടെയ്നർ എടുക്കുക. പ്രകാകമിലാണെങ്കിൽ അത് നമുക്ക് അവരുടെ കൂടെ തന്നെ കിട്ടും. ഒരു ലൈക്ക് സ്പൂൺ പോലുള്ളൊരു പ്ലാസ്റ്റിക്കിൽ സ്പൂൺ പോലുള്ളൊരു കണ്ടെയ്നർ ആയിരിക്കും കിട്ടുക. അതിലോട്ട് നമ്മൾ മോർണിംഗിലുള്ള ഫസ്റ്റ് യൂറിൻ നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് യൂറിനിൽ കുറച്ച് നമ്മൾ കളഞ്ഞിട്ട് വേണം നമ്മൾ കളക്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം ആ ക്ലീൻ കണ്ടെയ്നറിലെ യൂറിൻ എടുത്ത ശേഷം നമ്മൾ ഈ കിറ്റിൽ ഏകദേശം ഞാൻ ഇപ്പോൾ ഇത് വെച്ച് കാണിച്ചു തരാം. ഈ കിറ്റിന് കൂടെ ഒരു പില്ലർ കിട്ടും. ഈ പില്ലറിലോട്ട് നമ്മൾ യൂറിൻ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത ശേഷം ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. ഇതിലിപ്പോൾ ഈ വെലോസിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് 3 ഡ്രോപ്സ് ആണ്. നോർമലി എല്ലാത്തിലും 3 ഡ്രോപ്സ് തന്നെയാണ് പറയാറുള്ളത്. 3 ഡ്രോപ്പ് നമ്മൾ ഇവിടേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ യൂറിൻ. എന്നിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ എത്ര മിനിറ്റാണോ പറഞ്ഞിരിക്കണം അതുപോലെ വേണം നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട്. ഇതിൽ 5 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നോർമലി നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. ഒരു 10 to 15 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവാണോ നെഗറ്റീവാണെന്നൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ നോർമലി നിങ്ങൾ ലൈൻസ് ഒന്നും വന്നില്ലെങ്കിൽ 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാമെന്നായിരിക്കും. മാക്സിമം 5 മിനിറ്റ് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ യൂറിൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് സിയും ഈ ഒരു ഭാഗത്ത് ടിയും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിയിലായിരിക്കും ഫസ്റ്റ് ലൈന് സിയിലായിരിക്കും വരിക, സെക്കൻഡ് ലൈനായിരിക്കും ടിയിലോട്ട് വരിക. അപ്പോൾ നമുക്ക് 2 ലൈനും കാണുകയാണെങ്കിൽ പോസിറ്റീവാണ് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇതിൽ സി മാത്രം കാണുന്നത്, ദാറ്റ് മീൻസ് ഇറ്റ്സ് നെഗറ്റീവ്. സി മാത്രമാണെങ്കിൽ നെഗറ്റീവ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഞാനിപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒന്ന് കാണിച്ചു തരാം. ഇതാണ് പോസിറ്റീവായിട്ടുള്ളത്. ഇത് ഡബിൾ ലൈൻ ഉണ്ട്. രണ്ടും ഡാർക്ക് ലൈൻ തന്നെയാണ്, ഡബിൾ ലൈനാണ് ഉള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ കമ്പാരിസൺ, 1 ലൈനും 2 ലൈനും. 1 ലൈനുള്ളത് നെഗറ്റീവ്, 2 ലൈനുള്ളത് പോസിറ്റീവ്. ഇതാണ് നെഗറ്റീവും പോസിറ്റീവും. ഇനി
ചില സിറ്റുവേഷൻസിൽ ഇൻവാലിഡ് സിറ്റുവേഷൻസ് വരാറുണ്ട്. ഇൻവാലിഡ് സിറ്റുവേഷൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സിയും ടിയും ആണ് പറഞ്ഞത് അല്ലേ. നെഗറ്റീവ് ആണെങ്കിൽ സിയിൽ മാത്രമാണ് നെഗറ്റീവ് ആണെങ്കിൽ കാണാറുള്ളത്, സിയിൽ മാത്രം. പക്ഷേ ഇൻവാലിഡ് സിറ്റുവേഷൻസ് എന്ന് വെച്ചാൽ ടിയിൽ മാത്രമായിരിക്കും ലൈൻ കാണുക. നമ്മൾ ഫസ്റ്റ് സിയിലാണ് ലൈൻ വരേണ്ടത്, അതിന് ശേഷം ടിയിലോട്ട് വരിക. പക്ഷേ സിയിൽ വരാതെ ടിയിൽ മാത്രമാണ് ലൈൻ വരുന്നതെങ്കിൽ അത് ഇൻവാലിഡ് സിറ്റുവേഷൻസ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു തരത്തിലുള്ള ലൈനും വന്നില്ലെങ്കിലും ഇൻവാലിഡ് സിറ്റുവേഷൻസ് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വീണ്ടും ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ ഇത് കണ്ടില്ലേ, ഒരു ഡാർക്ക് ലൈനും ഒരു ലൈറ്റ് ലൈനുമാണ്. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൽ മനസ്സിലാവുമെന്നറിയില്ല. ഒരു ലൈറ്റും ഒരു ഡാർക്കുമാണ് ഇതിലിപ്പോൾ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അത് വേറെ ഒന്നുമില്ല, അത് പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ, HCG ഹോർമോൺ, ഹ്യൂമൻ കോറിയോണിക് ഗോണോഡോട്രോഫിൻ എന്ന ഒരു ഹോർമോൺ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ആ ഒരു ഹോർമോൺ ആക്റ്റീവ് ആയിരിക്കും. അതിൻ്റെ പ്രസൻസ് ഈ ഒരു 8 മുതൽ 10 ആഴ്ചയ്ക്ക് ആ ഒരു ഗ്യാപ്പിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അതുവരെ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്യുറേറ്റ് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പീരീഡ്സിൻ്റെ കുറച്ച് മുൻപ് 2-3 ദിവസം മുൻപൊക്കെ നോക്കുകയാണെങ്കിലും ഈ HCGൻ്റെ അളവ് കുറവായിരിക്കും. അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ തൊട്ട് ദിവസങ്ങളിലും ഇത് കുറവായിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് കളർ നമുക്ക് പർപ്പിൾ ലൈൻ കാണാറുള്ളത്, ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റായിട്ട് കാണാറുള്ളത്. പിന്നെ ചില സിറ്റുവേഷൻസ്, ഇതല്ലാതെ ചില സിറ്റുവേഷൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾ മരുന്ന് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നോർമലായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ HCGൻ്റെ അളവ് കുറവായിട്ട് കാണാറുണ്ട്. അപ്പോൾ നോർമലി ഇങ്ങനെ കാണുകയാണെങ്കിൽ പോസിറ്റീവ് തന്നെയാണ് അർത്ഥം. പക്ഷേ ചില സിറ്റുവേഷൻസിലാണ് ഇങ്ങനെ കാണാറുള്ളത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ടൈം നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തു, ഞാൻ പറഞ്ഞ പോലെ 10 to 15 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ഒന്നും വന്നില്ല, എൻ്റെ നെഗറ്റീവാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റ്സ് വരെ ഇതൊന്ന് വെച്ച് റിസൾട്ട് ഒന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഇവിടെയാണ് ഡ്രോപ്സ് ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് യൂറിൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വിൻഡോസിലൊന്നും യൂറിൻ ആവാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ ഒരു ടെസ്റ്റ് കിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഭയങ്കര വൃത്തിയായിരിക്കണം. ഓക്കെ, നമുക്ക് ഒരു തരത്തിലുള്ള ഇതൊന്നും ഉണ്ടാകാൻ ക്ലീൻ ആയിരിക്കണം നമ്മുടെ കൈ. അതുപോലെ തന്നെ യൂറിൻ എടുക്കുന്ന കണ്ടെയ്നർ ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് യൂറിന് ഇവിടെ ഡ്രോപ്പ് ചെയ്യരുത്. ഒരുപാട് യൂറിന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല, അത് മുകളിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് അക്യുറേറ്റ് റിസൾട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. 3 ഡ്രോപ്സ് പറയുകയാണെങ്കിൽ 3 മാത്രം ഒറ്റിക്കുക, എന്നിട്ടും കണ്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒറ്റിച്ച് നോക്കുക. അങ്ങനെ ചെയ്താൽ മതി, ഒരുപാട് അങ്ങൊന്നും ഒറ്റിച്ച് നോക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാക്സിമം എല്ലാം ഞാൻ കവർ ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഉൾപ്പെടുത്താത്ത വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സജഷൻസ് വല്ലതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അതൊക്കെ പരിഗണിച്ച് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആസ് എ ബിഗിനർ ഞാൻ ഓരോ കമൻസും പരിഗണിച്ചാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത്. ഇതുപോലും ഇപ്പോൾ സജഷനാണ് ഈ ഒരു വീഡിയോ പോലും. ഓക്കെ, അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ട് കാണുന്ന ആ ബെല്ലൈക്കൻ ഉണ്ടാകും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏതൊരു വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.